നല്ലൊരു അടിപൊളി നെയ്ച്ചോറ് എങ്ങനെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ അടുത്ത് നിന്ന് സാധാ അരിയാണ്, കൈമ റൈസാണ് നെയ്ച്ചോറിന് ഏറ്റവും നല്ലത്. ഈ അരി കഴുകി വൃത്തിയാക്കിയതിന് 2-3-4 വട്ടം കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ വെക്കുക. എന്നിട്ടൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിൽ നെയ്യ് ഇട്ട് കൊടുക്കുക. ഫുൾ നെയ്യിലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഡാൽഡയിലോ സൺഫ്ലവർ ഓയിലോ ഒക്കെ ഉണ്ടാക്കുക. പട്ട, ഏലം, ഗ്രാമ്പൂ, ഒരല്പം സവാള, ഒരു ബേ ലീഫ്, ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഈ നെയ്യിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം മതി. അരമണിക്കൂർ അരി വെള്ളത്തിലിട്ട് വെച്ചാൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം മതി. എന്നിട്ട് അതിൽ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു ചെറുനാരങ്ങൻ്റെ നീര്, ഒരു ഫുൾ ചെറുനാരങ്ങയിൽ ഒരു ഹാഫ് ചെറുനാരങ്ങ നീര് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ക്യാരറ്റ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം കൂടെ ഇട്ടതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്ത അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരല്പം മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുക. മല്ലിയില ഒക്കെ വേണം കെട്ടാൽ മതി കേട്ടോ, അതൊന്നും ആവശ്യമില്ല സത്യത്തിൽ. ഉപ്പ് പാകം ഉണ്ടോ നോക്കുക. എന്നിട്ട് ഒന്ന് വെള്ളം വറ്റി വരുമ്പോൾ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ട് സ്ലോ കുക്ക് ചെയ്തിട്ട് എടുക്കുക, ചെറിയ തീയിലിട്ടാൽ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഒരല്പം നെയ്യ് മേലെ കൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. പാകത്തിനുള്ളത് ആദ്യം തന്നെ ഉണ്ട്, ഒരു ടേസ്റ്റ് കിട്ടാനാണ് മേലെ കൂടി വെക്കുന്നത്. എന്നിട്ട് ഇതാ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ പാകത്തിന് വേവായിട്ടുണ്ടാവും കേട്ടോ. ചെറിയ തീയിൽ ഇതാ വെക്കണം. എന്നിട്ട് ഇതാ പാത്രത്തിലേക്ക് എടുക്കുക. ബീഫ് കറി കൂട്ടി അടിക്കുക.